കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോയുടെ ആധാരം. അതിങ്ങനെയായിരുന്നു: ഈ വർഷം 2022 ഇതുവരെ ലഹരി ഉപയോഗത്തിന് വിവിധ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ 22,606. 2020 ഇത് 4,650 2021 5,334 അതായത് ഏകദേശം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി വർധനവാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ലഹരി ഉപയോഗം ഇത്രമേൽ വർദ്ധിച്ചത്? ലഹരി ഉപയോഗം എന്ന് കേൾക്കുമ്പോൾ മദ്യപാനത്തിനും കഞ്ചാവിനും അപ്പുറം അത് നീണ്ടുപോകുന്നത് സിന്തറ്റിക് ഡ്രഗ്സിലേക്കാണ്. ഇത്രയും കേസുകൾ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ലഹരി വേട്ട നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു ന്യൂസിൽ കാണാൻ സാധിച്ചു. കയ്യിൽ ഒതുങ്ങുന്ന ലഹരി വസ്തുക്കളുമായി പിടിയിലായവർ മാത്രമേ ഈ കേസുകളിൽ ആകെ പിടിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെയൊക്കെ ബിഗ് ഡീലർ ആരാണ്? ആരാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആരാണ് ഇത് കൊച്ചുകുട്ടികൾക്ക് വരെ ലഭ്യമാകുന്ന തരത്തിൽ സമൂഹത്തിൽ വിതരണം ചെയ്യുന്നത്? ആ പേരുകളൊന്നും ഒരു കാലത്ത് ഒരു മുഖ്യധാരാ മാധ്യമത്തിലൂടെ നമ്മൾ അറിയില്ല. കാരണം അത്രമേൽ പവർ ഉള്ളവരാണവർ. അത് പണമായാലും സ്വാധീനമായാലും. ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനോ യോഗമോ ഒക്കെ വെച്ച് നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാനേ രാഷ്ട്രീയക്കാരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇവരെയൊന്നും ഒരു തരത്തിലും നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. അതിന് കാരണം ഇവരെ ഫണ്ട് ചെയ്തിരിക്കുന്നതും വിലക്കെടുത്തിരിക്കുന്നതും അവരാണ് എന്നുള്ളതാണ്. പോലീസിനെ കൊണ്ടും എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. ഒരു പരിധിവരെ അവർ നിസ്സഹായരാണ്. അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ എന്നാൽ ഹൈസ്കൂൾ ക്ലാസ് മുതലുള്ള കുട്ടികളുടെ ഇടയിൽ ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ട്. +2 പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികളിലാണ് ഉപയോഗം കൂടുതലായുള്ളത്. ആസിഡ്, സ്റ്റാമ്പ്, മെത്ത്, കല്ല്, പൊടി, മരുന്ന് എന്നീ ഓമന പേരുകളിൽ അറിയപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗുകളിൽ പ്രധാനമായവ MDMA, LSD, കൊക്കൈൻ, ഹാഷിഷ്, ഹാഷ് ഓയിൽ എന്നിവയാണ്. ഇവയിൽ തന്നെ കേരളത്തിൽ പ്രധാനമായും MDMA, LSD എന്നിവയാണ്. മറ്റുള്ളവയെ അപേക്ഷിച്ച് വിലക്കുറവും ലഭ്യത കൂടുതലുമാണ് ഇവ രണ്ടും കൂടുതലായി ഉപയോഗിക്കുവാൻ കാരണം. മെത്തിലീൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് MDMA. രക്തസ്രാവത്തിനുള്ള മരുന്നായിട്ടാണ് MDMA ഉദയം ചെയ്തതെങ്കിലും ഇതിന്റെ വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ്. MDMA തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഉദ്ദീപിപ്പിക്കുന്നതിനാൽ വികാരങ്ങളുടെ ഒരു വേലിയേറ്റമായിരിക്കും ഇത് ഉപയോഗിച്ചതിന് ശേഷം അനുഭവപ്പെടുക. അതുകൊണ്ടാണ് കൂടുതൽ ഓണായി നിൽക്കാൻ പാർട്ടികളിലും മറ്റും ഇത് ഉപയോഗിക്കുന്നത്. കഞ്ചാവ് ഉപയോഗത്തിന് ശേഷം കിളി പോയ അവസ്ഥയാണെങ്കിൽ, മദ്യപാനത്തിന് ശേഷം കിക്കായ അവസ്ഥയാണെങ്കിൽ, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗത്തിന് ശേഷം കൂടുതൽ ഉണർവാണ് സാധ്യമാവുന്നത്. 8 മണിക്കൂറോളം ഈ ഒരു ഉന്മേഷം ബോഡിയിൽ ഉണ്ടാകും. എന്നാൽ അതിനുശേഷം പക്ഷേ തളർച്ച, ക്ഷീണം, അമിതദാഹം എന്നിവയെല്ലാം അനുഭവപ്പെടും. LSD എന്നത് ലൈസർജിക് ആസിഡ് ഡൈതൈലാമൈഡ് എന്നതാണ്. ഇതൊരു ഹാലൂസിനേഷൻ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡ്രഗ് ആണ്. ഇതൊരു ബാൻഡേജ് പോലെ സ്റ്റാമ്പ് രൂപത്തിലാണ് ലഭ്യമാകുന്നത്. നാക്കിനടിയിലോ അതുമല്ലെങ്കിൽ ചെറിയ തോതിലുള്ള മുറിവുണ്ടാക്കി കാലിലോ മറ്റെവിടെയെങ്കിലുമോ ഒട്ടിച്ചു വെച്ചാണ് ഇവ യൂസ് ചെയ്യുന്നത്. വേറൊരു രീതി ഇഞ്ചക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് കോമൺ ആയ രീതിയല്ല. എല്ലാ തരത്തിലുള്ള ഡ്രഗിന്റെ അവസാനമാണ് സ്നേക്ക് ബൈറ്റ് എന്നത്. പാമ്പിനെ കൊണ്ട് ചെറിയ രീതിയിൽ വിഷം നാക്കിലേക്ക് കുത്തിക്കുന്ന രീതിയാണത്. 5 മുതൽ 7 ദിവസം വരെ കോമ സ്റ്റേജിലായിരിക്കും ഒരു സ്നേക്ക് ബൈറ്റിന് ശേഷം. എന്നാൽ ഇത് ഉപയോഗിച്ചവർക്ക് മിണ്ടാനോ അനങ്ങാനോ സാധിക്കുകയില്ലെങ്കിലും പുറമേ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഡ്രഗിന്റെ പാർട്ടികൾ നടക്കുന്നത് മുന്തിയ ഹോട്ടലുകളിലും ആളൊഴിഞ്ഞ വീടുകളിലും കുന്നും മലയും ഒക്കെയുള്ള കാട് പ്രദേശത്തുമൊക്കെയാണ്. ആളൊഴിഞ്ഞ കാട്ടുപ്രദേശങ്ങളിലും മറ്റും ഡ്രഗ് പാർട്ടികൾ സംഘടിപ്പിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ബാംഗ്ലൂർ, ഗോവ എന്നിവിടങ്ങളിലാണ് ഇതേപോലുള്ള പാർട്ടികൾ ധാരാളമായി കണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളവും മയക്കുമരുന്നിന്റെ പിടിയിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവുക. അവരവരുടെ മക്കളെ നിരീക്ഷിക്കുക. കാരണം ഇതൊരു ട്രാപ്പാണ്. ഒരിക്കൽ അഡിക്റ്റ് ആയാൽ പുറത്തു കടക്കുക എന്നത് വലിയ വിഷമകരമാണ്. ചുരുട്ടിയ നോട്ടുകൾ, ഉപയോഗിക്കാത്ത ATM കാർഡുകൾ, കണ്ണു ചുമക്കാതിരിക്കാൻ കണ്ണിലൊഴിക്കാനുള്ള മരുന്ന് എന്നിവയൊക്കെ കണ്ടാൽ ചോദ്യം ചെയ്യുക.